ഹലോ. ഇന്ന് അമ്പലത്തിൽ പോകാൻ നോക്കുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഇതിൻ്റെ രീതികളൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു ഫുൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. ഞാൻ ഈ കാണുന്ന 2-3 സാധനങ്ങൾ കൊണ്ടാണ് എപ്പോഴും ഒരുങ്ങാറുള്ളത്. ഫെയർ ആൻഡ് ലവ്ലിയാണത്. പണ്ട് മുതലേ കുറേ കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഫസ്റ്റിൽ ഇട്ട് കൊടുത്തു. മുഖത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചങ്ങ് കൊടുത്തു. അതിനുശേഷം പിന്നെ ഒരു സൺക്രീം ഇടുന്നുണ്ട്. തീരാനായി. ഇതൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ശരിക്കും വീട്ടിലിരിക്കുമ്പോൾ ഉപയോഗിക്കൽ കുറവാണ്, മടിയാണ്. ശരിക്കും ഇത് ഇങ്ങനെയൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ ഓരോരോ രീതികളൊക്കെ ഉണ്ട്. സൺക്രീമൊക്കെ നമ്മൾ സ്ഥിരം വീട്ടിലിരിക്കുമ്പോൾ എല്ലാം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാനെടുത്ത് തേക്കാറുണ്ട്. തോന്നാത്തപ്പം അങ്ങനെയില്ല. അങ്ങനൊരു സ്ഥിരം പരിപാടിയൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ വെയിൽ കൊണ്ടിട്ട് പോകുന്നതല്ലേക്ക് വിചാരിച്ചിട്ട് ഞാൻ സൺക്രീം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് പോൺസിൻ്റെ ഒരു BB ക്രീം. ഇതും ഞാനങ്ങനെ അത്യാവശ്യം കല്യാണമോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇതിപ്പം ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വാരി തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. അത് അന്നേരമാണ് വിചാരിച്ചത് കണ്ണിൻ്റെ താഴെ ലേശം കറുപ്പുണ്ട്, അവിടെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും കൂടെ എടുത്തിട്ടൊന്ന് വാരി തേക്കുന്നുണ്ടേ. അപ്പുറത്ത് അമ്മ റെഡി ആവുന്നുണ്ട്. കഴുത്തിലൊക്കെ നല്ലോണം നമ്മൾ എന്ത് സാധനം ഉപയോഗിച്ചാലും കഴുത്തിലും കൂടെ വാരിത്തേക്കാൻ മറക്കല്ലോ കേട്ടോ. കഴുത്ത് പുറമ്പോക്കൊന്നും അല്ലല്ലോ, അത് നമ്മുടെ തന്നെയല്ലേ. അതിനുശേഷം ഞാനൊരു കൺമഷി എടുത്ത് കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൺമഷി എഴുതിയതിന് ശേഷം പുറത്തൂടെ ഐലൈനർ വെച്ച് ഒരു കോട്ട് എഴുതുകയാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. അതൊക്കെ പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ജസ്റ്റ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ കൺമഷി മാത്രം എടുത്തിട്ട് തേക്കലാണ് പരിപാടി. ഞാൻ പിന്നെ ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വാരി തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. ക്യാമറ നോക്കിയിട്ട് എനിക്ക് ഒരിക്കലും കണ്ണെഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ പിന്നെ പോയി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നല്ല വൃത്തിക്ക് കണ്ണൊക്കെ എഴുതി വന്നു. നമ്മളെ കണ്ടൊന്നും പറ്റില്ലല്ലോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഭർത്താവിനെ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു സിന്ദൂരം കൂടി മേലെ നിന്ന് തൊട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു ചുവന്ന പൊട്ട് തൊടുന്നു. ശില്പയുടെ പൊട്ടല്ല കേട്ടോ, അത് ഏതോ ഒരു പൊട്ടാണ്. അതിനിടയ്ക്ക് അമ്മ അവിടെ എന്താ പരിപാടി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനത് ഗെറ്റ് റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പൊങ്ങച്ച പറയുന്നതാണ്, പക്ഷേ അല്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ഈ പറഞ്ഞ പോലെ വലിയ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ലിപ്സ്റ്റിക്ക്. അതിപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഭയങ്കര കളറാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഒത്തിരി കളറിൽ വാരി തേക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. വളരെ ന്യൂഡായിട്ടുള്ള കളർ കിട്ടുവാണെങ്കിൽ അതിങ്ങനെ പരതി നടക്കും. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഷെയ്ഡ്. അതിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് കളർ ചുണ്ടിലിട്ട് കൊടുത്തു, വായിലിട്ട് കൊടുത്തു, മാറിപ്പോയി. പിന്നെ ഒരു ജുമുക്കി കമ്മൽ എടുത്തിട്ടു. എനിക്ക് ജുമുക്കി കമ്മലിനോട് ഭയങ്കര ആക്രാന്തമാണ് കേട്ടോ. അത് എവിടെ കണ്ടാലും ഞാൻ വിടൂല. പിന്നെ കുപ്പിവള, കറുപ്പും ചുവപ്പും കൂടെയുള്ള കുപ്പിവളയും കയ്യിലിട്ട് കൊടുത്തു. കുപ്പിവളയോടും ഭയങ്കര ഒരു ആക്രാന്തമാണ്. എവിടെ കണ്ടാലും വിടൂല, ഞാൻ വാങ്ങും. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും മുടി എങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാല ഇടാൻ മറന്നുപോയായിരുന്നു. പോയിട്ട് അത് ഇട്ടിട്ട് വന്നു. പിന്നെ മുടി കെട്ടണമെന്ന കാര്യം എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. മുടി അത്രപ്പാടൊന്നും ഇല്ല, എപ്പോഴും പൊഴിഞ്ഞു പോക്കാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ വാരിക്കെട്ടണമെന്നുള്ളതിന് എപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ്. എന്തായാലും
സെൻറ്റർ പാർട്ട് എടുത്തിട്ട് ശരിക്കും 2 സൈഡിൽ നിന്നൊരു ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഒരു ക്ലിപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നനഞ്ഞ മുടിയല്ലേ, എനിക്ക് പിന്നെ നനഞ്ഞ മുടി എനിക്ക് തീരെ ഇഷ്ടമല്ല. പരമാവധി എവിടെ പോയാലും മുടി നനയ്ക്കാതെ പോകാനാണ് എനിക്കിഷ്ടം. പക്ഷേ അമ്പലത്തിൽ പോകുന്ന സമയത്ത് മുടി നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നനച്ചു. മുടി വെറുതെ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു ക്ലിപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഈ കുപ്പായമാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പം നല്ല സെറ്റും മുണ്ടുമൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉടുപ്പിച്ച് തരണം. എനിക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ അറിയില്ല. ഇത് പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് നമുക്ക് അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കൈ കിട്ടിയ ഒരു സംഭവം എടുത്തിട്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചീപ്പ് എടുത്തിട്ട് ഒന്നും കൂടെ വാരി. അപ്പം നോക്ക്, മുടി ചീപ്പ് നല്ല വൃത്തിക്ക് ഇങ്ങ് കിട്ടി. വേണ്ടാത്ത പണിയായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.